നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി വന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തങ്ങളുടെ മകന് നീതി കിട്ടിയെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ കൈകൂപ്പിയാണ് അവർ നീതിപീഠത്തിനും പോലീസിനും നന്ദി പറഞ്ഞത്. വിധി പ്രസ്താവത്തിന് മുമ്പ് ഷാരോണിന്റെ മാതാപിതാക്കളെ കോടതി അടുത്തേക്ക് വിളിച്ചിരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 50,000 രൂപ പിഴയും കൊൽക്കത്ത സിൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 17 ലക്ഷം രൂപ മമത സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി അറിയിച്ചു. എന്നാൽ ഈ നഷ്ടപരിഹാരം കുടുംബം നിരസിച്ചു. നഷ്ടപരിഹാരമല്ല വേണ്ടതെന്നും നീതിയാണ് വേണ്ടതെന്നും കുടുംബം പ്രതികരിച്ചു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഹൃദയവാൾവിൽ 2 ബ്ലോക്കുകൾ, കാലുകളിൽ പ്രമേഹം ബാധിച്ച മുറിവുകളും. എന്നാൽ ഈ അസുഖങ്ങളാണോ മരണത്തിന് കാരണമെന്നുള്ളത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷമേ അറിയാനാവൂ എന്നാണ് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ. മലപ്പുറം മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദാണ് പിടിയിലായത്. വിദേശത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. നിറം കുറവെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് അവഹേളിച്ചതിനെ തുടർന്നാണ് നവവധുവായ ഷഹാന ആത്മഹത്യ ചെയ്യുന്നത്. തോമസ് ഐസക്കിനെതിരെ ഹർജി നൽകിയ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പരാതിക്കാരനായ പൊതുപ്രവർത്തകനായ പായച്ചിറ നവാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. കേരള നോളജ് മിഷൻ ഉപദേശകനായി മുൻ മന്ത്രി തോമസ് ഐസക്കിനെ നിയമിച്ചതിന് എതിരെയാണ് ഹർജി നൽകിയത്. ക്ഷേമ പെൻഷൻ 3200 രൂപ വിതരണം ചെയ്യും. 2 ഗഡു പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുക. ഇതിനായി 1064 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വെള്ളിയാഴ്ച മുതലാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക. 1.5 വയസ്സുകാരനെ പാറക്കല്ലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. കേസിൽ കോടതി ഇന്ന് വിചാരണ തുടങ്ങാൻ ഇരിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം. വിഷം കഴിച്ചതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇവരെ അവശ്യനിലയിൽ കണ്ടതിനെ തുടർന്ന് റെയിൽവേ പോലീസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ സൈനികന് വീരമൃത്യു. കഴിഞ്ഞ ദിവസം രാത്രി തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ജവാൻ വീരമൃത്യു വരിച്ചതെന്നാണ് സൈന്യം അറിയിച്ചത്. തീവ്രവാദികൾ ഒളിച്ചിരുന്ന സ്ഥലം തകർക്കുന്നതിനിടെയാണ് സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കും. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോളിൽ ഇന്ത്യൻ സമയം രാത്രി 10:30-നാണ് ചടങ്ങ് നടക്കുക. അതിശൈത്യം -6 ഡിഗ്രിയിൽ എത്തിയതിനാൽ ചടങ്ങ് പൂർണ്ണമായും ക്യാപിറ്റോളിലെ ഹാളിലായിരിക്കും.